പള്ളിക്കൂദാശകാലം 4-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യങ്ങൾ 35 മുതൽ 43 വരെ. വിചിന്തനം: തിന്മ തിന്മയെ മാത്രമേ ജനിപ്പിക്കൂ, നന്മയാകട്ടെ ലാഭകരവും രക്ഷാകരവുമാണ്. എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു അറബി കഥ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ആകട്ടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് കടന്നുവരാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ കഥ തുടങ്ങുക. ഈ രാജാവ് ജനങ്ങളുടെ സുസ്ഥിതിയും സമൃദ്ധിയും ഒന്നുമല്ല രാജാവിന് കാര്യമായിട്ടുള്ളത്, സ്വന്തം സുഖവും സന്തോഷവും മാത്രം. ജനങ്ങളെ സ്വന്തം കാര്യത്തിന് വേണ്ടി, സുഖത്തിനും സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി ചൂഷണം ചെയ്യുക, ഇതാണ് രാജാവിന്റെ കൗതുകം, വിനോദം എന്ന് തന്നെ പറയാം. ഇങ്ങനെ രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതൃപ്തരാണ് ജനങ്ങള് സ്വാഭാവികമായിട്ട്. അങ്ങനെയിരിക്കെ രാജാവ് ഒരു ദിവസം ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു വിളംബരം നടത്തുകയാണ്. ജനങ്ങളെ, ഞാൻ ഇന്നു മുതൽ എന്റെ ജീവിതത്തിലെ പ്രവർത്തന ശൈലിയിൽ ഞാൻ വ്യത്യാസം വരുത്താൻ പോവുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ സുഖവും സമൃദ്ധിയുമായിരിക്കും എന്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. ഇതുവരെ ഞാൻ പ്രവർത്തിച്ച രീതിയിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. രാജാവിന്റെ ഈ വിളംബര പ്രസ്താവന കേട്ട ജനങ്ങൾ പരസ്പരം പറഞ്ഞു, ഇത് മറ്റൊരു നമ്പർ ഇറക്കുന്നതാണ് രാജാവ്. നമ്മളെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതിനുള്ള എന്തോ പദ്ധതികൾക്കുള്ള ആസൂത്രണമാണ്. ഇതിലൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന് ജനങ്ങള് പരസ്പരം പറയാൻ തുടങ്ങി. കാര്യം അങ്ങനെയാണ് എന്നുവരികിലും രാജാവ് പറഞ്ഞ ആ വാക്ക് അക്ഷരം പ്രതി ആ നിമിഷം മുതലേ പാലിക്കാനിടവന്നു. രാജാവ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനിടവന്നു. രാജ്യത്തിന്റെ സുസ്ഥിതിയായി രാജാവിന്റെ പ്രഥമ ചിന്താവിഷയം. അങ്ങനെ രാജാവ് ഭരിക്കാനിടവരുന്നു. എല്ലാവർക്കും രാജാവിനോട് മതിപ്പും ആദരവുമായി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ രാജാവിന് ഈ മാറ്റം വന്നത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ അവസരത്തിൽ രാജാവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന രീതിയിൽ പോലും അറിയപ്പെടുന്ന മന്ത്രിമാരിൽ ഒരുവനുണ്ടായിരുന്നു. എല്ലാ അഴിമതികൾക്കും രാജാവിനോട് കൂടെ, രാജാവിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചവനാണ് അയാളെ രാജാവിന് വളരെ വിശ്വാസവുമാണ്. ഒരു ദിവസം ഈ മന്ത്രി രാജാവിനെ സമീപിച്ചിട്ട് ചോദിക്കുന്നു, പ്രഭു, അങ്ങയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസപ്പെട്ട തീരുമാനം എടുക്കാനും ജീവിതശൈലിയിലെ വ്യതിയാനം വരുത്താനും എന്താണ് അതിന്റെ കാരണം? എന്തുണ്ടായി? രാജാവ് അതിന് ഉത്തരമായിട്ട് പറഞ്ഞു, തിന്മ തിന്മയെ ജനിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. മന്ത്രിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. മന്ത്രി ചോദിച്ചു, എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പോൾ രാജാവ് മന്ത്രിയോട് അല്പം വിശദമായിട്ട് സംസാരിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ അറിഞ്ഞു കാണില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പതിവ് പോലെ വേട്ടയാടാൻ പോയിരുന്നു. അങ്ങനെ വേട്ടയാടുന്നതിനിടയിൽ, എന്റെ വിനോദ പ്രക്രിയയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വേട്ടപ്പട്ടി ഒരു കുറുക്കനെ ഓടിക്കുന്നത് ഞാൻ കണ്ടു. കുറുക്കൻ ജീവനും കൊണ്ട് തന്റെ മാളത്തിലേക്ക് ഓടുകയാണ്. അങ്ങനെ മാളത്തിന്റെ ഉള്ളിലേക്ക് കുറുക്കൻ കയറി, ഒപ്പം വേട്ടപ്പട്ടിയുണ്ട്. കുറുക്കന്റെ തലയൊക്കെ മാളത്തിലേക്ക് പോയി എന്ന് വരികിലും പിൻകാലെ ഈ വേട്ടപ്പട്ടി കടിച്ചെടുത്ത് വായിലും വെച്ച് ഊട്ടി വരികയാണ്. ഇത് ഞാൻ നിന്ന് കാണുക. വേട്ടപ്പട്ടി ആ മാംസം ഭക്ഷിച്ചതിന് ശേഷം വീണ്ടും ശൗര്യത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുക. അപ്പോൾ എന്റെ കൂടെ വന്നിരുന്ന ഒരാളുടെ നേർക്ക് വേട്ടപ്പട്ടി വീണ്ടും ശൗര്യത്തോടു കൂടി പാഞ്ഞെടുത്തു. അയാള് പഠിച്ച പണിയൊക്കെ നോക്കി വേട്ടപ്പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. വേട്ടപ്പട്ടി ഉപേക്ഷിക്കുന്ന മട്ടില്ല. അതുകൊണ്ട് കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് ഉന്നം നോക്കി ആഞ്ഞുറിഞ്ഞു. ആ ഏറ് വേട്ടപ്പട്ടിയുടെ മർമ്മസ്ഥാനത്ത് തന്നെ കൊണ്ടു. വേട്ടപ്പട്ടി വീണു. അങ്ങനെ ഔദ്ധത്യത്തോടുകൂടെ തന്നെ ആ മനുഷ്യൻ പുറകെ തിരിഞ്ഞ് വേട്ടപ്പട്ടിയെ ഞാൻ വകവരുത്തി എന്നുള്ള രീതിയിൽ തിരിഞ്ഞു വരുമ്പോ പുറകില് ഒരു കുതിര നിന്നിരുന്നു. ആ കുതിരയുടെ പിൻഭാഗത്ത്
ഇങ്ങോട്ട് ചെന്നങ്ങോട്ട് തട്ടി. കുതിര ഉടനെ പുറംകാലുകൊണ്ട് ഒരൊറ്റ തൊഴി. ഈ മനുഷ്യന്റെ കാൽമുട്ട് തകർന്നുപോയി. ആ മനുഷ്യൻ അവിടെ കിടക്കുക. കുതിര ഇയാളെ തൊഴിച്ചിട്ടു. അതിനോട് കൂടെ കുതിച്ചു ചാടി അങ്ങോട്ട് ഓടാൻ തുടങ്ങി. മുന്നിലുണ്ടായിരുന്ന ഒരു കുഴിയില് കുതിര വീണ് അതിന്റെ കഴുത്ത് പൊട്ടി അവിടെ കുഴിയിൽ കിടക്കുക. ഇത്രയും എന്റെ അനുഭവമായിരുന്നു അന്ന്. ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെ വേട്ടപ്പെട്ടി കുറുക്കനോട് തിന്മ കാണിച്ചു. അതിന് ഉടനെ തന്നെ വേട്ടപ്പെട്ടിക്ക് പ്രതിഫലവും കിട്ടി. അതിനേക്കാൾ വലിയ ദുരന്തം. വേട്ടപ്പെട്ടിയെ ആ മനുഷ്യൻ ഉപദ്രവിച്ചു. അതിനുള്ള പ്രതിഫലം ഉടനെ തന്നെ ആ മനുഷ്യന് കിട്ടി. അതിനേക്കാൾ വലിയ ദുരന്തം. ആ മനുഷ്യനെ ഉപദ്രവിച്ച കുതിരയ്ക്ക് അപ്പൊ തന്നെ കിട്ടി അതിന്റെ ഉള്ള പ്രതിഫലം. തിന്മ തിന്മയെ ജനിപ്പിക്കാനേ സാധിക്കുന്നുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. രാജാവ് മന്ത്രിയോട് പറയുകയാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഇന്നോളം ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ജനങ്ങളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുന്നതിനും അവരെ ഉപദ്രവിച്ചുകൊണ്ട് പോലും എന്റേതായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിന്റെ പ്രതിഫലമായിട്ട് ഉടനെ തന്നെ ഞാൻ അനുഭവിക്കാൻ ഇടവന്നിട്ടില്ല എന്ന് വരികിലും അതിന്റെ പ്രതിഫലം തിന്മയായിട്ടേ എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഈ ബോധ്യമാണ് എന്റെ ഈ തീരുമാനത്തിന് നിദാനമായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നു മുതലേ തിന്മ എന്റെ മുന്നിൽ കണ്ടാലും ഞാൻ തിന്മ കൊണ്ട് അതിനെ നേരിടുകയില്ല, നന്മ കൊണ്ടേ നേരിടുകയുള്ളൂ. അതാണ് എനിക്ക് ലാഭകരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കഥയിലുള്ള രാജാവിലുണ്ടായ ചിന്ത, ആ ചിന്ത വ്യക്തിത്വത്തിൽ വന്ന മാറ്റങ്ങള് ഏതാണ്ട് സാദൃശ്യം വഹിക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യന്റെ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതല്ലേ ഇന്നത്തെ സുവിശേഷം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗാഗുൽത്താ മലയിൽ കുരിശുമേൽ തൂക്കിക്കിടക്കുന്ന യേശുവിന്റെ വലത്തും ഇടത്തും രണ്ട് കള്ളന്മാർ തൂക്കപ്പെട്ടിരിക്കുന്നു. വലത്തുവശത്ത് തൂക്കപ്പെട്ടിരിക്കുന്ന കള്ളൻ അതുവരെ ജീവിതത്തിൽ ഉടനീളം തട്ടിപ്പും വെട്ടിപ്പും ഭവനവേദനവും എന്തെല്ലാം തിന്മകളുണ്ടോ അതൊക്കെ ചെയ്തു നടന്നവനാണ് ആ കള്ളൻ. അതുപോലെ തന്നെ ഇടത്തുവശത്ത് തൂങ്ങിയവനും. പക്ഷെ വലത്തുവശത്ത് തൂങ്ങിയ കള്ളനെ മനസ്സിലാകുന്നു ഇതുവരെയുള്ള തന്റെ ജീവിതത്തിന്റെ പ്രതിഫലം എന്ന രീതിയിൽ ഇതാ തനിക്ക് ജീവിതത്തിൽ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഈ രാജാവിന്റെ ബോധ്യം അന്ന് തിന്മ തിന്മയെ ജനിപ്പിക്കാനേ ഉതകുള്ളൂ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. വലത്തുവശത്തുള്ള കള്ളനെ അപ്പോഴാണ് ആ ബോധം തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് മനസ്സിൽ കുരിശിൽ തൂങ്ങിക്കിടന്ന് പിടയ്ക്കുന്ന ആ അവസരത്തിൽ പോലും മനസ്സിലുള്ള ചിന്ത ആ കള്ളന്റെ എന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി, എന്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു ഞാൻ നയിക്കേണ്ടതിരുന്ന് എന്നൊരു ചിന്തയിലേക്ക് ആ മനുഷ്യൻ കടന്നുകൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ നടുക്ക് തൂങ്ങിക്കിടക്കുന്ന ആ വ്യക്തി യേശുക്രിസ്തു തിന്മ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ദുരന്തമല്ല അത് എന്ന് ആ മനുഷ്യനെ മനസ്സിലായി. നന്മ മാത്രം ചെയ്തിട്ടും ത്യാഗങ്ങളും ദുരന്തപൂർണമായിട്ടുള്ള അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുന്നു. പക്ഷേ ഈ ദുരന്തം കൂടുതൽ നന്മയ്ക്കും മഹത്വത്തിനുമായിട്ട് കാരണമായി തീരുമെന്നുള്ളൊരു ബോധ്യം പോലും ആ വലത്തുവശത്തുള്ള കള്ളനെ അപ്പോൾ ഉണ്ടായി എന്നാണ് സുവിശേഷത്തിന്റെ വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്റെ കൂട്ടുകാരനായിട്ടുള്ള ഇടത്തുവശത്ത് തൂങ്ങിക്കിടക്കുന്ന കള്ളനും ആയിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. ആ കള്ളന് ആ ബോധ്യത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. പക്ഷേ വലത്തുവശത്തുള്ള കള്ളനുള്ള ബോധ്യങ്ങള് തന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകൾക്ക് പകരമായിട്ടുള്ള പ്രതിഫലമാണ് താൻ അനുഭവിക്കാൻ ഇടവരുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് ആ കള്ളൻ വന്നെത്തിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ആ വ്യക്തി യേശുക്രിസ്തു തിന്മയുടെ ഫലമല്ല അനുഭവിക്കാൻ ഇടവരുന്നത്, നന്മയുടെ ഫലമായിട്ട് തിന്മ അനുഭവിക്കാൻ ഇടവരുന്നു എന്ന് വരികിൽ തന്നെ ആ വ്യക്തി അനധിവിദൂരമായ ഭാവിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള നന്മയിലേക്ക് ആരോഹണം ചെയ്യപ്പെടാൻ ഇടവരുന്ന വ്യക്തിയാണ് എന്ന അവബോധത്തിലേക്ക് ആ മനുഷ്യൻ അവിടെ എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ
വലത്തുവശത്ത് തൂങ്ങിക്കിടക്കുന്ന കള്ളൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, അങ്ങ് ഇന്ന് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അപ്പൊ ആ കള്ളന് ബോധ്യമുണ്ട്, ഈ തൂങ്ങിക്കിടക്കുന്ന വ്യക്തി മഹത്വത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ധാരണ. അതുകൊണ്ടല്ലേ അങ്ങനെ ആ കള്ളൻ പ്രാർത്ഥിക്കാനിട വരുന്നത്. യേശു മറുപടിയായിട്ട് ആ മനുഷ്യനോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ കഥയിലെ രാജാവിന്റെ മനസ്സിൽ വന്ന മാറ്റത്തിന് അനുസരിച്ചുള്ള ഒരു മാറ്റം ആഴത്തിലെ ഈ കള്ളനിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയല്ലേ ആ കള്ളൻ നല്ല കള്ളൻ എന്ന പേരിൽ ഇന്ന് സഭയിൽ അറിയപ്പെടാൻ ഇടവരുന്നത്. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. പള്ളിക്കൂദാശ കാലം അതിന്റെ അവസാന ഞായറാഴ്ചയായി ഇന്ന് എന്തുകൊണ്ടായിരിക്കാം ഈ സുവിശേഷ ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള നിന്ദനത്തിന്റെയും പരിഹാസത്തിന്റേതുമായിട്ടുള്ള ഏറ്റവും ക്രൂരവും ഹീനവുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഏറ്റുവാങ്ങാൻ ഇടവരുന്നത്. അത് ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള ആ മനുഷ്യരും തങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് തങ്ങൾ അറിഞ്ഞ് മനസ്സിന് അന്തരം വന്നാൽ ആ മനുഷ്യരും ദൈവത്താൽ അനുഗ്രഹീതരായി തീരും എന്നുള്ളൊരു സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ സഭയുടെ തന്റെ മക്കള് നന്ദികേട് കാണിച്ചാലും കാണിച്ചത് നന്ദികേടാണ് എന്ന് മനസ്സിലാക്കി നന്ദിയുള്ളൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും ആ മക്കൾ അനുഗ്രഹീതരാകും എന്ന പാഠം നമുക്കായിട്ട് നൽകുകയാണ്. അതോടുകൂടെ യേശു വ്യക്തിപരമായ രീതിയിൽ തെറ്റ് ചെയ്യുന്ന തന്റെ മക്കളെ തെറ്റിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നതെല്ലാം ചെയ്തിട്ട് അതിനെ അംഗീകരിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിൻ്റെതായിട്ടുള്ള ഭാഗ്യം നൽകുന്നു എന്നുള്ള സൂചന, പറുദീസായിലുള്ള ജീവിതം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള ആ സത്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പള്ളിക്കൂദാശ കാലത്തിന് വിരാമം കുറിക്കുന്നത്. അത് വളരെ പ്രതീക്ഷ നൽകുന്നതും ഇതാണ് യേശുവിന്റെ രക്ഷണീയ കൃത്യത്തിന്റെ ദൗത്യമായിട്ടും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് സഭ ഇന്നേ ദിവസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളും അബദ്ധങ്ങളും തെറ്റുകളും പാപങ്ങളും വന്നാലും വന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനെ മനസ്താപത്തോടു കൂടെ തിരുത്താനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കള്ളനോട് യേശു പറഞ്ഞ വാഗ്ദാനം നമുക്കും അത് അന്വർത്ഥമായി തീരും. നമുക്കും ഒരു ദിവസം പറുദീസ അനുഭവം ഉണ്ടാകാൻ ഇടവരും എന്നുള്ള നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് പള്ളിക്കൂദാശ കാലം ആരാധനാക്രമമനുസരിച്ച് അവസാനം കുറിക്കുന്നത് എന്നുള്ളതാണ് സവിശേഷമായിട്ടുള്ള കാര്യം.